ഞാൻ ഓഫാക്കൂല 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 തരികട എനിക്കറിയാം. കൈ തന്നുകൊണ്ടിട്ട് അതുപോലെ എടുത്തുകൊണ്ടു തോന്നുന്നല്ലേ? ചോദിച്ചില്ലേ? കണ്ടിട്ട് വല്ല നാടൻ പച്ചക്കറി കൂട്ടാൻ പോലെ ഉണ്ട്. ചിക്കനാണ് തരണോ? എന്നാ ഇന്ന് പൊളിക്കും. ഇന്ന് വാവക്കുട്ടിക്ക് 2 സ്ക്രാമ്പിൾഡ് എഗ്ഗും ഒരു ഡ്രൈ ഫ്രൂട്ട് ജ്യൂസും കൊടുത്തു. വയറ് നിറഞ്ഞോ? നിറയണ്ടേ? 2 മുട്ട ഓവറാണെന്നാ പറഞ്ഞോണ്ടിരുന്നത്. എന്നാ മുക്കാല് കൊടുത്തളാം. അല്ല കഴിക്കട്ടെ. അല്ല മുക്കാല് മതി. കുറച്ചിലും കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. 2 കൂടുതലുണ്ട്. മതിങ്ങ മതി. അവൾ നിർത്തണം നിർത്തിക്കോട്ടെ. മതിങ്ങ മതി. 2 കൂടുതൽ വേണ്ട. 2 പാകം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് കുറച്ച് വൈകിട്ടാണ് സ്കൂൾ പോക്ക് കാര്യങ്ങളൊക്കെ. രാവിലെ മുതൽ എണീക്കാനും 1-2 പരിപാടികൾക്കൊക്കെ നേരം വൈകിപ്പോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ഇന്ന് വൈകി. ഇപ്പം 8:15 ഇപ്പം തന്നെ ആയി. 8 മണിക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. ഇപ്പം ഓടില്ലേ, ഷൂട്ടില്ലേ വാവേ? കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഏകദേശം സമയം 1 മണിയായി. അമ്മ ഇവിടെ അയലോക്കത്തുള്ള ഒരു വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇതോ അന്ത വീട്, അത് പോലീസുകാരുടെ വീടാണ്. അവിടെയുള്ള അച്ഛനും മകനും പോലീസാണ്. അച്ഛൻ റിട്ടയർഡായി, ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കുറച്ച് സുഖമില്ലാത്ത അവസ്ഥയിലാണ്. മകൻ ഇപ്പോഴും പോലീസിൽ തന്നെയാണ്. അവർ ഞങ്ങളായിട്ട് നല്ലൊരു അടുപ്പമുണ്ട്, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ 2-3 മാസത്തോളമായിട്ട് അമ്മ അങ്ങോട്ട് പോയിട്ടില്ല. അമ്മയായിട്ട് നല്ലൊരു റിലേഷനാണ് അവർക്ക്. അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോയിരുന്നില്ല. അപ്പോൾ ഇന്നൊന്ന് പോയിട്ടുണ്ട് അവിടെ വരയ്ക്ക്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, വിവരങ്ങൾ എന്നൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് വരാമല്ലോ. സാധാരണ അമ്മ പോയി വരുന്ന സമയത്ത് അവിടെ നിന്നുള്ള വെച്ചിട്ടുള്ള കൂട്ടാൻ, ചിക്കൻ കറിയോ മട്ടൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടുന്ന് അവർ കൊടുത്തയക്കും. അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ എസ്കേപ്പ് ആവാറാണ്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി കുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ 2-3 മാസമായിട്ട് ഡെയിലി കുക്ക് ചെയ്യണം. കാരണം അതിന് മുമ്പായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ ഓരോന്ന് കൊണ്ടുത്തരും ഇങ്ങോട്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, ഈ അടുക്കളയിൽ കയറുമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു മടിയാണെന്നാണോ അതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര ഒരു മുഷിപ്പാണ്. കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ എന്താ പറയുക, എരു ആ ഒരു എണ്ണയിൽ കടുക് മുളക് ഇടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അത് മൂക്കിൽ കയറി കഴിഞ്ഞാൽ ഞാൻ തുമ്മാൻ തുടങ്ങും. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് അടുക്കള ഇഷ്ടമില്ലാത്തത്. പക്ഷെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. രണ്ടും കൂടി ചേരുന്ന പരിപാടിയല്ല. അടുക്കളയിൽ കയറാണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. ആ സ്മെല്ല് എനിക്ക് പറ്റില്ല. ഈ ഒരു കാറുന്നൊരു സ്മെല്ല് വരുമല്ലോ മുളകൊക്കെ ഇട്ട് ഇങ്ങനെ വറക്കുമ്പോൾ, തുമ്മിക്കൊണ്ടേയിരിക്കും. 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തുമ്മുന്നുണ്ടായിരിക്കും. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കുക്കിംഗ് ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ മുഴുവനായിട്ട് ഉൾപ്പെടുത്താത്തത്, സ്പീഡിലടിച്ച് കാണിക്കുന്നത്. പകുതി നേരം തുമ്മലായിരിക്കും. 1 മണിയായി. ഇനി ദോശ ഉണ്ടാക്കണം. ലഞ്ചിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. ലഞ്ച് കഴിഞ്ഞാൽ വാട്ടർ മെലൻ ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ നല്ല സുഖമാണ്, നല്ല തണുപ്പാണ്. എന്തായി? എന്താ കയ്യിൽ കൂട്ടാനുണ്ടല്ലോ? എന്ത് കൂട്ടാനാണാവോ? കൈ തന്നുകൊണ്ടിട്ട് അതുപോലെ എടുത്തുകൊണ്ടെന്ന് തോന്നുന്നല്ലേ? ചോദിച്ചില്ലേ? കണ്ടിട്ട് വല്ല നാടൻ പച്ചക്കറി കൂട്ടാൻ പോലെ ഉണ്ട്. ചിക്കനാണ് തരണോ? എന്നാ ഇന്ന് പൊളിക്കും. അല്ല, ഞാൻ കഴിക്കാൻ പോവാ. ദോശ, കയ്പക്കപ്പേരി, പിന്നെ ഇതാ സാമ്പാർ, പിന്നെ കുറച്ച് തണ്ണിമത്തനുണ്ട്, പിന്നെ ഇതാ ഇപ്പം അങ്ങോട്ട് കൊണ്ടുവന്ന ചിക്കൻ കറി ഉണ്ട്. അല്ല, എങ്ങനെയുണ്ട് മൂപ്പരൊക്കെ? എങ്ങനെയുണ്ട്? മൂപ്പര് വയ്യ, കൈ ഇങ്ങനെ തന്നെ. അത് നീരെന്നല്ല ഒഴിഞ്ഞു എനിക്ക് വയ്യണ്ടേ, കയ്യും കാലും ഒഴിഞ്ഞു. അയ്യോടാ പാവം. ഈ തലച്ചോറിന്റെ അവിടുന്ന് ഞരമ്പ് പൊട്ടിയതാണ്, സ്ട്രോക്കാണ്. എന്താ ചെയ്യണം ഇങ്ങനെ വന്നാൽ? ഇനി നേരായി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരാവാൻ പ്രയാസം തന്നെയാണ്. ഇപ്പൊ കണ്ടാലും അങ്ങനെ ആശുപത്രിയിൽ നിന്ന് പോരാനും കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട അവസ്ഥയാവും. എണീറ്റ് നടക്കാറായോ? ഇങ്ങനെ ഞാൻ നടക്കണ കാണാനേ ഇവിടെ അതുപോലെ നടക്കണം. കയ്യുത്തി അതിനുമാത്രം പ്രായമായിട്ടില്ല. അത്ര തന്നെ. റിട്ടയർഡ് ആയിട്ടാണ്ട് അല്ലായിട്ടില്ല. അപ്പോഴേക്കും ഇങ്ങനെ ആയി. എന്താ ചെയ്യാ? ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും നമുക്കാർക്കും വരാതിരിക്കട്ടെ. എന്തോ തലേന്ന് ഞരമ്പൊക്കെ പൊട്ടി ചോര വന്നിരിക്കുന്നത്, സ്ട്രോക്ക് പോലെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലായിരുന്നു. ഒരു 2-3 മാസത്തിനടുത്ത് അങ്ങനെയായിരുന്നു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ടും ഇപ്പോൾ 6-7 മാസമായി. കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാവരും കൈയും കാലൊക്കെ ഇങ്ങനെ പിടിച്ച് നടത്തിക്കണം. ആ ലെവലിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഇതുവരെ കാണാനുള്ളൂ. തീറ്റയും കൂടിയൊക്കെ ഉണ്ടല്ലേ? ഒരാൾ കൂടെ വേണം. ഒരു ഹോം നേഴ്സിനെ പോലെ ഒരാൾ അല്ലേ?
ചൂട് കാലത്ത് വാട്ടർമെലൺ കഴിക്കാൻ നല്ല രസമാണ്. ആസ് യൂഷ്വൽ 4:30 സ്കൂൾ വിടും. കുട്ടീനെയും വൈഫിനെയും കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. കാക്കൊക്കെ കഴിഞ്ഞു, മൊത്തം കാലി. ആസ് യൂഷ്വൽ ഇവിടുത്തെ ഡിന്നറാണ്. പുറത്തുള്ള വെളിച്ചം നിങ്ങൾ കണ്ടല്ലോ. 6 മണിയാണ് ഞങ്ങളുടെ ഡിന്നർ ടൈം. പിന്നെ ഒന്നും കഴിക്കില്ല. അമ്മയ്ക്കുള്ള ദോശ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്കുള്ള ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ കാപ്പി ഇല്ലേന്നോ? അവിടെ ഉണ്ടോ? ആ എന്നാ മതി. എന്താ നോക്കണേ? എന്താ വേണം? കാപ്പി വേണോ? പിന്നെ ആ ആ ഓഫ് ചെയ്തോ? ഫോട്ടോ എടുക്കാൻ നേരത്തെ? വാവ് സൂപ്പർ. അല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല അല്ലേ? അവർക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടല്ലോ. വീഡിയോ എടുക്കും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല എന്നിട്ട് മുത്തശ്ശി ഒച്ച ഉണ്ടാക്കണ കേട്ടിട്ടില്ലേ? ആ നമ്മളൊക്കെ അറിയാതെ പേടുകയാണ് ചിലപ്പോ. കണ്ടോ ആ കുട്ടിക്ക് കണ്ടോ എത്ര ബുദ്ധിയുണ്ട്? കണ്ടോ? ഞാനിപ്പോ സൂപ്പറാണ്. കണ്ടോ? ഞാൻ കഴിച്ചാട്ട് അമ്മ എണീറ്റ് കഴിഞ്ഞു കേട്ടോ. അമ്മക്ക് വിശന്നിട്ടേ ബാക്കി തരാ മൊത്തം കാലിയാക്കി അമ്മ നീക്കില്ല. അമ്മ നീക്കില്ല. പാത്രം കാലിയാക്കി. അമ്മ നീക്കില്ല കേട്ടോ. നമ്മുടെ ഏതായാലും കഴിഞ്ഞില്ലേ? ആ ഏതായാലും കഴിഞ്ഞു. പക്ഷെ കൂട്ടം എടുക്കണം. മതിയേ. ഓളെടുത്ത് പോട്ട് കൊടുത്താൽ വലിയ പ്രശ്നമില്ല. ഇവിടുന്ന് എണീക്കണേ ഓട് തരണം. 2-3 ദിവസമായി ഇതായി മെഡിസിൻ കൊടുത്തോണ്ടിരിക്കണു. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണാനില്ല. എന്നാ കുറവുണ്ട് താനും. 2 ദിവസം കൊണ്ട് മാറുകയാവല്ലോടാ. മരുന്ന് കൊടുക്കണുണ്ട്. ഏതായാലും ചുമക്കുള്ളത് മാറിയാതായിരുന്നു അല്ലേ? ആദ്യത്തെ മാതിരിയുള്ള ചുമ ഇല്ലല്ലോ. ഇല്ലല്ലോ. ആ തപ്പി 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 എടുത്ത് കഴിക്കണേ. ഗ്രേപ്സാ? അതിനാണ് തപ്പി 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 കഴിക്കണേ. അച്ഛനെ നോക്കുമായിരുന്നു. എന്താണിത്? വാട്ടർമെലൻ കടിയിൽ കൈയിട്ട് തരയുന്നുണ്ടല്ലോ. ആദ്യം വാട്ടർമെലൻ കഴിക്കുക, എന്നിട്ടല്ലേ മറ്റത് കഴിക്കുക. അങ്ങനെ അടിക്കടിക്ക് പോകുമ്പോ വരുന്നായിട്ട് തിന്ന് 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 തണുപ്പുണ്ട്. തണുപ്പുണ്ടോ? അച്ചൂടാ. ഓക്കെ. ആ കുട്ടിക്ക് മാത്രമാണ് 2 ഡിന്നർ. ആദ്യം ദോശയോ ചോറോ കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയാകുമ്പോൾ ഫ്രൂട്ട്സോ ഓംലെറ്റോ കൊടുക്കും. അതിൻ്റെ അടിയിലുണ്ടല്ലോ പ്രൊമോഗ്രാനൈറ്റ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അതിന്റെ അടിയിലുണ്ടാവും. നോക്കി ഓറഞ്ച് ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിനകത്ത്. നല്ലതാണ്, ഹെൽത്തിയാണ്. കഴിച്ചോ. വയറ്റിന്ന് പോകാനൊക്കെ നല്ലതാ. ഓക്കെ, എൻജോയ് യുവർ ഡിന്നർ. ഇനിയിപ്പോ എന്തിനാ വെള്ളല്ലേ? ഫോൺ എടുത്ത് തരണോ? അമ്മു ഭയങ്കര പിണക്കത്തിലാണ്, ഭയങ്കര ദേഷ്യത്തിലാണ്, മൂക്കത്ത് ശൊണ്ടിയാണ്. ചൊറിയാൻ നിൽക്കാതെ ഞാൻ പോക്കളം കുളിപ്പിക്കാനില്ല. മേലെ കണ്ടേ അച്ഛനെ ഇടിച്ചു പോവേ. 3 വട്ടം ഇടിച്ചു പോവേ. ഇടിച്ച് പഞ്ചറാക്കണം. അച്ഛനെ ഇടിച്ചു പോവേ അല്ല അമ്മ. ഇത് പറഞ്ഞ ഇയാക്കണ നാണക്കേട്ടിട്ടുണ്ട്. ആ എനിക്ക് ഒരു നാണക്കേടുമില്ല. വൈഫിന്റെ അടുത്ത് ഇടി കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. താങ്ക് യു. എന്ത് അച്ഛനെ ഇടിച്ചതിന് താങ്ക് യു? അച്ഛന്റെ കാലുമ്പോ 3 കിട്ടി എൻ്റെ അമ്മ. ദേഷ്യം വന്ന എങ്ങനെയാ അടിച്ചിട്ട് പോണുണ്ടാവാ. ഗൈസ് നിങ്ങൾ നോക്കൂ, വല്ല മനസ്താപം ഉണ്ടോ നോക്കി, വലിയ കുറ്റബോധം ഉണ്ടോ നോക്കി ആ മുഖത്ത്. ഞാൻ കാര്യം പറഞ്ഞാലേ ഭർത്താവായ നിങ്ങൾക്ക് തന്നെ നാണക്കേട്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ പറയണ്ടെന്നുള്ള ഇതിലല്ല. എനിക്ക് നാണക്കേടായിക്കോട്ടെ. വേണ്ട, എനിക്ക് കുറച്ച് ഇതുണ്ട്. ചെയ്തിട്ട് വന്ന് ക്യാമറ കണ്ട് കാണിച്ചാണ്ട് എല്ലാം ആയാലും. അതുകൊണ്ട് തന്നെ ഇടിച്ച് പഞ്ചറാക്കിയത്. ഇത് ക്യാമറ കൊണ്ട് ഇങ്ങനെ വരണം ഏതിനാരും. മതിന്ന് പറയാവേ. എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് വേണം ഇയാൾക്ക് എന്റെ തലേ കയറാൻ. പൊക്കോ 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 പൊക്കോ. എന്നിട്ട് ഞാൻ ഓഫ് ചെയ്തോളാം. പൊക്കോ. അതിനെല്ലാം ഇപ്പൊ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് വേണം എന്റെ തലേ കയറാൻ.
ഞാനോട് കുട്ടിയെ കാണാൻ വന്നത് വരാതെ അതിന്റെ തലയിൽ കുട്ടീനെ കാണാത്തതല്ലേ, ആരും വല്ലായിട്ട് ഇയാള് കാണാത്തതല്ലേ. ഇന്നലെ വന്നിട്ടില്ലേ ഉള്ളൂ, ഗൾഫിൽ നിന്ന് വന്ന കുഞ്ഞാവട്ടോ ഇന്ന് വന്നിട്ടേ ഉള്ളൂ, കാണാൻ നിൽക്കുന്നു. ആ ചോദിക്കുവാ കൊറേ ദിവസം കഴിഞ്ഞിട്ടാണ് വൈദ്യുതി കുഞ്ഞോവേ UKG കുഞ്ഞോവേ LKG നോക്കുവാ ഇനി 4 മാസം ആവും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വലിയ കുട്ടിയായി എന്നിട്ടാണ് കുഞ്ഞുവാവാന്ന് പറയുന്നത്. അച്ഛനാണ് കുഞ്ഞുവാവ. അപ്പൊ വേറെ കുളിക്കാനൊന്നും ഇല്ലേ ഇവിടെ അങ്ങനെ ചൊറി കുത്തിക്കണ? അതാ അത് മാറ്റി ഇത് മാറ്റിട്ട് വേണം ഇവിടെ ബഹളം ഉണ്ടാക്കാനേ. ഗൈസ്, ഈ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം എന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിപ്പോ സ്റ്റാർ സെക്കറിൽ പറയണ പോലെ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ വ്ളോഗ് ചെയ്യണം, ബാക്കി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയാടാ, അറിയാ. ഞാൻ ഓഫാക്കൂല തരികട, എനിക്കറിയാം. ഓഫാക്കി തന്നിട്ട് ഓടി വരുവാടേ ബാക്കി തരാൻ ഓഫ്. ഞാൻ നന്നായിട്ട് അറിയണത് എനിക്കാണ്. എപ്പ വരും എന്ത് ചെയ്യും നന്നായിട്ട് അറിയാം. നമ്മുടെ കൈ നാന്റെ കൈയും കളിക്കുന്നു. അങ്ങനെണ്ടാ? ഓരൊക്കെ കൈ കൊടുത്ത് നിക്കുവാ കുളിക്കാണ്ട്. പോയി കുളിച്ചൂടെ? ഒന്ന് നിർത്തിക്കൂടെ ഒന്ന് ചൊറിയുന്നത്. അപ്പൊ എനിവേ ഇന്നത്തെ വ്ളോഗ് ഇതാ അവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോണ ലിറ്റിൽ ചിറ്റാറ്റ് വിത്ത് മൈ വൈഫ്. അപ്പൊ ഇന്നത്തെ എന്താണ് പറയണേ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? അവന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.